ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പപ്പായ ജെൽ മേക്കിംഗ് ആണ്. ഓക്കെ, പപ്പായ കണ്ടോ, ഞാൻ അതിനെ കുറച്ച് പപ്പായ എടുത്ത് അരിഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതധികം റൈപ്പായിട്ടില്ല, അധികം പഴുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു പപ്പായ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഴുത്തത് കിട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, അതെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്കൊരു ഫേസ് ജെല്ലാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടി വേണ്ട നമ്മളുടെ പ്രോഡക്റ്റ്സ് ആണ്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് വെജ് ഗ്ലിസറിൻ ആണ്. സോ വെജ് ഗ്ലിസറിൻ നമുക്ക് എന്തിനാണ് സ്കിൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രൈനെസ്സിനെ പ്രിവെൻറ്റ് ചെയ്യും. ഡ്രൈനെസ്സിനെ നമ്മുടെ ശരീരത്തിൽ മാറ്റിയിട്ട് ഇത് എപ്പോഴും ഒരു എന്താ പറയേണ്ട, നമുക്കൊരു ഗ്ലേസി ഫീലിംഗ് ശരീരത്തിൽ തരും. അപ്പോൾ ഡ്രൈനെസ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ. അതുപോലെ നമ്മുടെ സ്കിന്നിനെ റീഫ്രഷ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഗ്ലിസറിൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്കുള്ളത് സാന്തകം. ഇതൊരു എന്താണ്, നമുക്ക് ഒരു തിക്കനറാണ്. ഓക്കെ, ഒരു തിക്കനർ. ഇതാണ് നമുക്കൊരു ജെൽ കൺസിസ്റ്റൻസി ഗ്ലിസറുമായിട്ട് ആക്ട് ചെയ്ത് നമുക്ക് തരുന്നത്. അപ്പം ഇതിന് നമുക്ക് രണ്ട് തരത്തിലുള്ള സാന്തകമുണ്ട്, റെഗുലറും ഉണ്ട്, ക്ലിയറും ഉണ്ട്. നമുക്ക് വേണ്ടതിനകത്ത് ക്ലിയർ ആണ്, അതാണ് കോസ്മെറ്റിക് ഗ്രേഡിലുള്ളത്. അത് നമുക്ക് യൂസ് ചെയ്യണം. പിന്നെ വേണ്ടത് ജിയോഗാർഡ് ECT, ഒരു പ്രിസർവേറ്റീവാണ്. കാരണം ഇതെന്താ, നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ജെല്ലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം അതുകൊണ്ട് എന്താണ്, മേക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് യൂഷ്വലി അതിനെന്ത് സംഭവിക്കും, ഫംഗസ് ഉണ്ടാകാനും അങ്ങനെ അത് പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് DM വാട്ടറാണ്. DM വാട്ടർ നമുക്കറിയാമല്ലോ, ഡീമിനറലൈസ്ഡ് വാട്ടറാണ്. അപ്പോൾ അതിനും ഒരു കണക്കുണ്ട്. ആ ഒരു വാട്ടറാണ് എപ്പോഴും നമ്മൾ കോസ്മെറ്റിക്കിന് യൂസ് ചെയ്യുന്നത്. സാധാരണ വെള്ളം ഒന്നും നമ്മൾ യൂസ് ചെയ്യാതെ അത് മാത്രമാണ് നമ്മൾ എപ്പോഴും കോസ്മെറ്റിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയും പ്രോഡക്റ്റ്സ് മതി നമുക്കിതിന്. പിന്നെ പപ്പായ വേണമല്ലോ. പപ്പായ നമുക്ക് എക്സ്ട്രാക്റ്റ് ആയിട്ട് പപ്പായ നമുക്ക് അതിനെ ഒന്ന് അരച്ച് അതിൻ്റെ പൾപ്പെടുത്ത് അതിൻ്റെ ഫർദർ പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ പപ്പായ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് പപ്പായയുടെ പൾപ്പാക്കണം. അപ്പം നമ്മൾ കുറച്ച് ഡിസ്റ്റിൽ വാട്ടറും കൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പം നമ്മൾ അരച്ചെടുക്കുകയാണ്. ഇനി നമ്മളിപ്പോൾ ഇതിനെ അരച്ചെടുത്തിട്ടുണ്ട്, പൾപ്പാക്കിയിട്ടുണ്ട്. ഇതിനെ നമുക്കിനി ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി അരിച്ചെടുക്കാം. നോക്കാം, നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇത്രയും ജെല്ല് നല്ലതായിട്ട് പപ്പായയുടെ പൾപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതാണ് നമ്മുടെ ഈ ഒരു ജെൽ മേക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പോകാം. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രോസസ് സാന്തകം മെഷർ ചെയ്യാൻ പോവാണ്. സാന്തകം മെഷർ ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ ഒരു പേപ്പർ, ഒരു പ്ലാസ്റ്റിക് കവറാണേ ഞാൻ അതിനെ വെച്ചിട്ട് സ്റ്റെയർ ചെയ്ത്, നല്ല ക്ലീനാണ്, പുതിയ കവറാണ് ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്നത്. അത് ടെയർ ചെയ്തിട്ട് നമുക്ക് സാന്തകം എടുക്കാം. സാന്തകം നമുക്ക് 1.5 ഗ്രാമാണ് വേണ്ടത്. ഇനി നമ്മൾ മെഷർ ചെയ്യുന്ന ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ നമുക്കൊരു 4 ഗ്രാമാണ് വേണ്ടത്. ഈ ബൗൾ വെച്ച് ടയർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 4 ഗ്രാം എടുക്കാം. ഗ്ലിസറിൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാന്തകം അതിനകത്തോട്ട് മിക്സ് ചെയ്യാം. നമ്മൾ സാന്തകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതെപ്പോഴും ഗ്ലിസറിനിൽ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക. എന്നാലും അല്ലെങ്കിൽ അത് തിക്കായിട്ട് ഇങ്ങനെ ഉടയാതെ കിടക്കും. അപ്പോൾ നമ്മൾ സാന്തകം മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അടുത്തത് മെഷർ ചെയ്യാം. ഇനി നമ്മൾ ഡിസ്റ്റിൽ വാട്ടർ മെഷർ ചെയ്യാണ്. നമുക്ക് 53.5 വേണം ഡിസ്റ്റിൽ വാട്ടർ. ഡിസ്റ്റിൽ വാട്ടർ എടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് കുറച്ച് റോസ് വാട്ടർ, കാരണം നമ്മളിതിൽ കളർ യൂസ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അതിന് വേറൊരു സ്മെല്ല് കിട്ടാൻ വേണ്ടി അപ്പോൾ നമുക്ക് മൊത്തം 63.5 ആണ് വേണ്ടത്. ബാക്കി നമ്മൾ റോസ് വാട്ടർ എടുക്കുന്നു. 63.5 റോസ് വാട്ടർ എടുക്കണം. ഇനി നമ്മൾ മെഷർ ചെയ്യുന്നത് 30 ഗ്രാം പപ്പായ, നമ്മൾ അരിഞ്ഞെടുത്ത പപ്പായ എടുത്തു. ഇനി നമുക്കിതിനെ ഡബിൾ ബോയിൽ ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇതിനെ ഡബിൾ ബോയിൽ ചെയ്യും. നമ്മളിതിനെ ഗ്ലിസറിൻ മിക്സ് ചെയ്തിട്ടില്ല. 5 മിനിറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തിട്ട് എടുക്കാം. നമ്മളിങ്ങനെ ഡബിൾ ബോയിൽ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർ ഡയറക്റ്റ് റോസ് വാട്ടറൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്ത് അപ്പോൾ അത് പെട്ടെന്ന് ഇത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ്, അപ്പോൾ പെട്ടെന്ന് ചീത്തയായി പോകാനൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേട് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിനെ ഒന്ന് ഡബിൾ ബോയിൽ ചെയ്യുന്നത്. കാരണം വാട്ടറിനെ, ആ ജ്യൂസിനെ ഒന്ന് ബോയിലാക്കിയതിന് ശേഷം നമുക്കിതിനകത്തോട്ട് സാന്തകം ഗ്ലിസറിനും ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പം നമ്മളിതിനെ വാട്ടർ ബാത്തിനെടുത്തു, ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ സാന്തകമും ഗ്ലിസറിനും കൂടെ ഉള്ള ആ ഒരു ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്യണം. മിക്സിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് ജെൽ കൺസിസ്റ്റൻസി ആകണമെങ്കിൽ നമുക്ക് മിക്സിങ് അത്യാവശ്യമാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇനി നമ്മളിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം
നമുക്കിതിനെ ഒന്ന് പിന്നെയും നോക്കാം. ഇപ്പോൾ നമ്മൾ പ്രിസർവേറ്റീവ് മാത്രമേ ഇനി ആഡ് ചെയ്യാനുള്ളത്. അത് നമുക്ക് സമയമായിട്ടില്ല. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം 2 hours കഴിഞ്ഞ് നമുക്ക് പ്രിസർവേറ്റീവ് ഇട്ടതിന് ശേഷം നമുക്ക് കാണാം. ഇപ്പം നമ്മൾ 2 hours കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജെല്ലിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് നോക്കാം. കണ്ടോ, നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി നല്ല ഒരു ജെല്ലായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. റോസ് വാട്ടർ ഇട്ടതുകൊണ്ട് റോസ് വാട്ടറിൻ്റെ സ്മെല്ലും ഉണ്ട്, അല്ലെങ്കിൽ ജെല്ലിനൊരു സ്മെല്ലില്ലല്ലോ. ഇതിന് റോസ് വാട്ടറിൻ്റെ സ്മെല്ലും ഉണ്ട്. ഇതിന് നമുക്ക് പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാനുണ്ട്, അതും കൂടെ ആഡ് ചെയ്യാം. ഒരു 0.5 gram മതി നമുക്ക് പ്രിസർവേറ്റീവ്. അപ്പോൾ അത് നമ്മൾ നോക്കി ആഡ് ചെയ്യുക. ഇത് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതായതുകൊണ്ടേ നമ്മൾ പ്രിസർവേറ്റീവ് എപ്പോഴും ആഡ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു 6 months ഈവൻ ഇത് നമ്മൾ പ്രിസർവേറ്റീവ് ഇട്ടാലും 6 months മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ളൂ. ഇനിയും നമുക്ക് അലോവേറ എക്സ്ട്രാക്റ്റ് കടയിൽ നിന്ന് വാങ്ങിച്ച് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 1 year വരെ അതിൻ്റെ ഷെൽഫ് ലൈഫ് നമുക്ക് കൂട്ടിക്കിട്ടും. അപ്പം ഇത് നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്തേക്കുന്നതുകൊണ്ട് ഇങ്ങനെ വരുന്നേക്കുന്നത്. അപ്പം നമ്മുടെ അടിപൊളി പപ്പായ ജെല്ല് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബോട്ടിലോട്ട് മാറ്റാം. നോക്ക്, നല്ല കിടിലൻ പപ്പായ ജെല്ല് നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇങ്ങനെ ചെയ്ത് നമുക്ക് തന്നെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ഉണ്ടാക്കാനും ക്രീംസൊക്കെ ഉണ്ടാക്കാനും ഇത് അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.